വോട്ടർക്ക് പണം നൽകിയെന്ന ആരോപണം തള്ളി ശോഭാ സുരേന്ദ്രൻ. പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർക്ക് ബി.ജെ.പി. പ്രവർത്തക പണം നൽകിയെന്ന ആരോപണം നിഷേധിച്ച് സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ. തിരക്കഥ തയ്യാറാക്കി തന്നെ വേട്ടയാടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അവർ പ്രതികരിച്ചു. ഒരു ക്യാൻസർ രോഗിയെ കാണുന്നതിനായാണ് താൻ കണ്ണാടി പഞ്ചായത്തിലെത്തിയതെന്നും ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. രാഷ്ട്രീയവും വികസനവും പറഞ്ഞ് മാത്രമായിരുന്നു വോട്ട് അഭ്യർത്ഥിക്കുന്നതെന്നും ശോഭ പറഞ്ഞു. സത്യം തെളിയിച്ച ശേഷമേ താൻ പിന്മാറൂ എന്നും അവർ കൂട്ടിച്ചേർത്തു. തനിക്ക് നേരെ ഉയരുന്ന ആരോപണങ്ങൾ ഉണ്ടയില്ല വെടിയാണെന്നും അവർ പറഞ്ഞു. കണ്ണാടിയിൽ താനെത്തിയത് ക്യാൻസർ രോഗിയെ കാണാനാണ്. തന്റെ കാർ കോൺഗ്രസ് പ്രവർത്തകർ പിന്തുടർന്നു എന്നും അവർ ആരോപിച്ചു. ഇത് ചോദ്യം ചെയ്യുകയാണ് ചെയ്തത്. വിനേഷ് എന്നയാളാണ് കാർ ഓടിച്ചിരുന്നത്. ഒപ്പമുണ്ടായിരുന്നയാൾ തനിക്ക് സഭ്യമല്ലാത്ത രീതിയിൽ ആംഗ്യം കാണിച്ചു. ഇതാണ് താൻ ചോദ്യം ചെയ്തതെന്നും അവർ പറഞ്ഞു. ഒരു സ്ത്രീ കണ്ടാൽ വേദനിക്കുന്ന രീതിയിൽ ആര് പെരുമാറിയാലും പ്രതികരിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. പാലക്കാട് ബി.ജെ.പി. ജയിക്കുമെന്ന് കണ്ട് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയാണിതെന്നും ഇവർക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്നും ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതേസമയം വോട്ടിന് പകരം നോട്ട് ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി ഫ്ലൈയിങ് സ്ക്വാഡും സ്പെഷ്യൽ ബ്രാഞ്ചും. കണ്ണാടി പഞ്ചായത്തിലെ തരുവാക്കുറിശി സ്വദേശി ദേവു എന്ന വയോധികയ്ക്കാണ് ബി.ജെ.പി. പ്രവർത്തകർ പണം നൽകിയതായി കോൺഗ്രസ് ആരോപിക്കുന്നത്. മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനൊപ്പമെത്തിയ ഒരു സ്ത്രീ വയോധികയ്ക്ക് പണം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടൽ നടത്തുകയായിരുന്നു. അതേസമയം വയോധികയുടെ വീട്ടിലെത്തിയ ഫ്ലൈയിങ് സ്ക്വാഡ് ഉദ്യോഗസ്ഥർ അവരുമായി സംസാരിച്ചപ്പോൾ പണം നൽകിയെന്ന ആരോപണം വയോധിക നിഷേധിച്ചു. ആരും പണം നൽകിയിട്ടില്ലെന്നും ദൃശ്യങ്ങളിൽ കാണുന്ന പണം വയോധികയുടെ പക്കൽ ഉണ്ടായിരുന്നതാണെന്നാണ് വീട്ടുകാർ പറഞ്ഞത് എന്നാണ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പുറത്തുനിന്നും വന്നവർ പണം തന്നിട്ടില്ലെന്നും അവർ പറഞ്ഞതായി ഫ്ലൈയിങ് സ്ക്വാഡ് അറിയിച്ചു.